കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന് മുന്നറിയിപ്പുമായി കേന്ദ്രത്തിന്റെ കത്ത്. അണുബാധ തടയാൻ നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് കത്തയച്ചത്. കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടകം, തമിഴ്നാട്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കേസുകൾ കൂടിയിട്ടുണ്ട്. മാർച്ച് 8-ന് അവസാനിച്ച ആഴ്ചയിൽ 2082 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. മാർച്ച് 15-ന് അവസാനിച്ച ആഴ്ചയിൽ 3264 കേസുകളായി ഉയർന്നതായും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് തീയിട്ടു. വെഞ്ഞാറമൂട് വലിയ കട്ടയ്ക്കാൽ മുരുകവിലാസത്തിൽ മുരുകന്റെ 2 കാറുകളാണ് അജ്ഞാതൻ തീയിട്ട് നശിപ്പിച്ചത്. അക്രമി ഓടി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. തീ കത്തുന്നതറിഞ്ഞ് പുറത്തിറങ്ങിയ വീട്ടുകാരും അയൽവാസികളും ചേർന്ന് തീ കെടുത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. കാറുകൾ ഭാഗികമായി കത്തിനശിച്ചു. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ആക്രമണം. വീട്ടുടമ മുരുകൻ വിദേശത്താണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മകനും മാതാപിതാക്കളുമാണ് വീട്ടിലുള്ളത്. അക്രമി വീട്ടുവളപ്പിൽ പ്രവേശിക്കുന്നതും തിരിച്ചു പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ ഉണ്ട്. മാരുതി 800-ൽ എത്തിയാണ് അതിക്രമം നടത്തിയത്. നമ്പർ പ്ലേറ്റ് ചുവന്ന തുണി കൊണ്ട് മറച്ചിരുന്നു. ഈ സൈഡിൽ ജെല്ലിൻ്റെ സൈഡിലെ റൂമിലാണ് അമ്മ കിടക്കുന്നത്. അപ്പോൾ ഒരു 1:40 ആയപ്പോഴത്തേക്ക് ഒരു സൗണ്ടും കേട്ട് തീ കത്തുന്ന കണക്ക് തോന്നി. അങ്ങനെ അമ്മ എഴുന്നേറ്റ് വീട്ടിനകത്ത് വെളിയിൽ ആരെങ്കിലും ലൈറ്റ് ഇട്ടാന്ന് നോക്കിയപ്പോൾ വീട്ടിൽ നിന്ന് ആരും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നോക്കിയപ്പോൾ വണ്ടി പിന്നെ നല്ല പുക പോണു. അങ്ങനെ അച്ഛനെ ഇവനെയും കൂടെ ഓരോ റൂമിൽ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുവന്ന് കതക് തുറന്ന് നോക്കിയപ്പോൾ വണ്ടി രണ്ടും കത്തുന്നു. വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. മുരുകനുമായി ശത്രുതയുള്ള ചിലരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. കാർഷിക സംസ്കൃതിയുടെ സ്മരണ ഉണർത്തി പത്തനംതിട്ട ഓമല്ലൂർ വയൽ വാണിഭത്തിന് തുടക്കമായി. ഉൽപ്പന്ന കൈമാറ്റ വ്യവസ്ഥ നിലനിന്ന കാലത്ത് ആരംഭിച്ച കാർഷിക വിപണന മേള ഡിജിറ്റൽ പണം ഇടപാടിന്റെ കാലത്തും വ്യത്യാസം വരുത്തുന്നതാണ് ഓമല്ലൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ കാർഷിക പ്രദർശന വിപണന മേളകളിൽ ഒന്നാണ് ഓമല്ലൂർ വയൽ വാണിഭം. 6 നൂറ്റാണ്ടുകൾക്ക് മുൻപാരംഭിച്ച കാർഷിക വിപണന മേളയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കന്നുകാലികളുടെയും കൈമാറ്റമായിരുന്നു ആദ്യഘട്ടത്തിൽ വയൽ വാണിഭത്തിൽ ഉണ്ടായിരുന്നത്. കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന നിരവധി പണിയായുധങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റ വ്യവസ്ഥയിൽ ആരംഭിച്ച കാർഷിക മേള വിവിധ നാണയങ്ങളുടെയും കറൻസിയുടെയും കാലവും കടന്ന് ഡിജിറ്റൽ പണമിടപാടിന്റെ കാലത്തും പാരമ്പര്യ തനിമ നിലനിർത്തിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പഴയ കാലത്ത് നിന്ന് ഒരുപാട് മാറ്റം ലോകത്ത് സംഭവിച്ചു. ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. കടയിൽ സാധനം വാങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഡിജിറ്റൽ യുഗത്തിലേക്കാണ് പുതിയ തലമുറ വന്നിരിക്കുന്നത്. ആ ഡിജിറ്റൽ യുഗം വന്നിട്ട് പോലും പഴയ തനിമ നിലനിർത്താൻ ഓമല്ലൂർ വയൽ വാണിഭത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഓമല്ലൂരിലെ നിവാസികളെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ സന്തോഷം. പുതുതലമുറയ്ക്ക് അന്യമായ അരകല്ല്, ആട്ടുകല്ല്, ഇടികല്ല്, അടച്ചട്ടി, ചീനച്ചട്ടി, മത്ത്, പറ, ചങ്ങഴി, നാഴി തുടങ്ങി വിവിധ ഇനം മൺപാത്രങ്ങൾ, പഴയതും പുതിയതുമായ പണിയായുധങ്ങൾ, കാർഷികോൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം വയൽ വാണിഭത്തിലുണ്ട്. ഓമല്ലൂർ പഞ്ചായത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച വിവിധ ഇനം കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശനവും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. 5 മണി വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.